ഇന്നൊരു ചരിത്ര സംബോധനയാണ് സാക്ഷ്യം വഹിക്കാൻ പോണത്. എന്താ ചേട്ട വെറുതെ അങ്ങനെ ഓരോന്ന് പറയും. കുറേ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് കേട്ടോ ഇന്ന് നടക്കാൻ പോണത്. അല്ല കോണിയോ? കോണിന്ന് വേണ്ടത്, ഞാൻ ചക്കരം പോണ്. നീ അവിടെ നിന്നേ? ഞാൻ ഇവിടെ നിക്കണല്ലേ. അയ്യോ, നമ്മുടെ മീനുകള് എന്നെ കണ്ടപ്പോഴേക്ക് ഓടി വന്നു. ആഹാ, നമ്മുടെ ഫിഷ് ടാങ്ക് നല്ല ഭംഗിയായിട്ടാ. പിന്നെ ഇതുവരെ ഒറ്റ മീനുകൾ ചത്തിട്ടില്ലേ? നോക്ക് നോക്ക് നോക്ക്, തിക്കും തിരക്കും കൂട്ടണം. എല്ലാവരും നല്ല ആക്റ്റീവാ. പൂപ്പായൊന്നും പിടിക്കണില്ലേ? ഇപ്പൊ പൂപ്പായൊക്കെ അവര് ക്ലീൻ ആക്കി. ആ ബാക്കിലത്തെ നീല ഇതൊക്കെ പൂപ്പായ പിടിച്ചിട്ട് പൂപ്പലായിട്ടായിരുന്നു. നമ്മുടെ സക്കറുകള് അതൊക്കെ വൃത്തിയാക്കി ക്ലീൻ ആക്കി. ഞാൻ ചക്കര തൊഴിലുറപ്പ് പണിക്കാരാണ് നമ്മുടെ. ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കില്ലേ അവര്. വയറ് നിറച്ച് കഴിക്കൂ. മറ്റവരാണെങ്കിൽ പിന്നെ വലിയ പോസ് കാണിച്ചിട്ട് അടിയിൽ കിടക്കും വാളകള്. നമ്മളൊക്കെ പോയി അവർക്ക് നേരം കാലം തെളിയുമ്പോഴാ വന്ന അപ്പോഴത്തേക്ക് ഇവര് വെടുപ്പാക്കും. വേണേ വന്ന് തിന്നു. ശരി, ചക്കിടൂ. ശരത് CB ബാബു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ. എത്രയോ കൊല്ലം അല്ല ഇല്ല, ഒരു കൊല്ലായിട്ടുള്ളതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം തൊട്ടാന്നുകൊണ്ട് പറഞ്ഞത്. അവൻ വളരെ നമ്മുടെ ഒപ്പുള്ള ആളാണ്. അല്ല, കഴിഞ്ഞ കൊല്ലം തൊട്ട് പറയാൻ തുടങ്ങിയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചക്കക്കുരും ബീഫും വെക്കാൻ പറഞ്ഞ് നമ്മൾ ചക്കയും ബീഫും വെച്ചു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മള് ചക്കക്കുരും ബീഫും വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ എന്തുണ്ടായി, നമ്മൾ വേറെ കൂടെ പോയില്ലേ. നമുക്ക് കല്യാണം അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. അപ്പൊ ഈ ഞായറാഴ്ചയാണ് അല്ലെങ്കിൽ ചേട്ടനെ സെറ്റാക്കിയിട്ടുണ്ട്. ചക്കിട്ട് നമ്മൾ പോയി. ചക്ക അതായത് ചക്ക അവസാനിച്ചു. ഇതേ കണ്ടില്ലേ, 2-3 ചക്കയുള്ളോ ലാസ്റ്റാണ്. അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു, ചക്ക കഴിഞ്ഞു. ആ 2 ഇടാൻ പോണ ചേട്ടൻ? ചേട്ടാ അത് തലയിലേക്ക് വീഴോ? ഫിഷ് ടാങ്കിന്റെ അവിടെ നിന്ന്. ഫിഷ് ടാങ്ക് അല്ല, ചേട്ടന്റെ തല. എന്റെ തലയ്ക്ക് ഇല്ല. നീ തേരിട്ടുന്നു, ഞാൻ വലിച്ചിടാൻ പോട്ടാ. എന്റെ മേലേക്ക് വരുമോ? നീ തേരിട്ടുന്നു അവിടെ. ഇവിടെ അതെ കുളത്തി പിടിച്ചെറീ. അല്ല ചേട്ടൻ അവിടെ അയ്യോ എന്റെ പൈപ്പ് കുഴപ്പമുണ്ടായില്ല. അപ്പൊ നമ്മൾ ചക്കി കൊണ്ട് പോവാം. ഈ ചക്ക പോരാ, ഇതിലിപ്പോ ആകെ 4 ചുളയുണ്ടാവും. 4 കുരു കിട്ടും. ചുള ആവുമ്പോ ഒത്തിരി അധികം ഉണ്ടാവും, കുരു ഒത്തിരി ചെല്ലുള്ളൂ. ഇത് പോരാ. അപ്പൊ വലിയ ചക്ക മുകളിൽ അപ്പൊ കോണി എനിക്ക് വേണ്ടി വരും. അപ്പൊ ഒരു മിനിറ്റ് കോണി എടുത്തോട്ടെ, അപ്പുറത്തേക്ക് കാരണം. പിന്നെ ചക്ക വറക്കാനൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ ചക്ക വറക്കേണ്ട പ്രായം കഴിഞ്ഞു. എന്റെ പ്രായമല്ല, അതിന് സമയം കഴിഞ്ഞു. അതായത് ചക്ക ഇപ്പൊ വെള്ളം കയറിയില്ലോ ചക്കയില്. അപ്പൊ ഇതിന് പ്രാധാന്യം ഇല്ലാണ്ടായി. അത് നീ ചക്ക വറുത്താലും ആകെ ഇങ്ങനെ തണുത്ത് ഇങ്ങനെ പിശും തന്നെ ഇരിക്കും. ഞാൻ അയ്യോ ചേട്ടാ, ആ താഴെ നോക്കുക, ആ ചക്കകള് എടുക്കണു. ഈ കോണിയുടെ അടിയില് പിടിക്കേണ്ട ആവശ്യമില്ല. പിടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മോളിലേക്ക് കയറട്ടെ. മോളിൽ 2 വലിയ ചാക്കിണ്ടാവും, ഇടട്ടെ. കൂടെ കയറാനായിട്ട് നിതിനില്ല. കൈകാര്യം ചെയ്തോണ്ടിരിക്കുന്നത് നിതിന് എത്തിയിട്ടില്ല. വേണ്ട നീ കയറണ്ട. അയ്യോ എന്റെ തലടിച്ചു. തല കോണി പിടിച്ചതാ. ഇതിന്റെ മോളില് ശരിക്കും ബാർഗവി നിലയം പോലെയാ. അല്ല, അവിടെ കാട് പിടിച്ച് കിടക്കാണല്ലേ അപ്പുറം. ചേട്ടൻ നോക്കി വല്ലതുകൊണ്ട് ശരിക്കും പറഞ്ഞ വല്ല വടി കൊണ്ടൊക്കെ ഒന്ന് തട്ടിയിട്ട് വേണം ഇറങ്ങാൻ. വല്ല പാമ്പ് അവിടെ മതിലരുത്ത് കിടക്കണ്ടെങ്കിലോ? ഒന്നുമില്ല. നിങ്ങളെ എത്രയാണ് നീങ്ങുന്നേ തേങ്ങ? 2 ചക്കിന്റെ പണ്ട് കണ്ടില്ലേ വലിയ ചക്കള്. ആ 2 ഇട്ടോ ചേട്ടാ, അല്ലെങ്കിൽ അതിന് പഴുത്ത് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. എത്തില്ലേ സരിതാ? എന്തേ ആ ഫിഷ് ടാങ്കിന്റെ അവിടെ ചെന്ന? ഫിഷ് ടാങ്കിന്റെ അവിടെ ഞാൻ നിന്നിട്ട് എന്തിട്ടാ കാര്യം? അല്ല, അവിടെ നിന്നാ മതി വെറുതെ. നിന്നു. വീണു. ആമ്പോ വലിയൊക്കെയാ. അത് മാത്രം മതി സരിതാ. അതുകൂടി ഇട്ട ചേട്ടാ. അത് പിന്നെ ചേട്ടാ വേറെ സാധനം ഉണ്ടാക്കാന്ന് നമുക്ക്. വേറെ സാധനം ഒന്നും ഉണ്ടാക്കില്ല. അത് കുറച്ചു ദിവസത്തിനുള്ളിൽ കൊത്തി വീണ് പോവും. മറ്റേ മരം കുത്തി തോട്ടിനുള്ളിൽ വെള്ളം ഈ തോട്ടി കൂടി കൊണ്ടുപോട്ടെ. ചെറിയേട്ടന്റെ തോട്ടിയത് പേരക്കായ. നിക്കുന്നുണ്ട്.
ഈശ്വര ഭഗവാനെ. ആ വീണു ലാസ്റ്റ് ഇതുപോലത്തെ അലോരണം അല്ല, ഒരു ചക്കി കൂടി ഉണ്ട്. അത് ചെറുതാ? ഒരു ചെറുത് അല്ല, രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണം അവിടെ, ഒരെണ്ണം ഇവിടെ. അങ്ങനെ 3 ചക്കയാണ് ഇട്ടോണത്. ഇനി ഞാൻ ഇറങ്ങട്ടെ. ഇനി മറ്റേ പ്ലാവുമ്പോ മുകളില് വലിയ ചക്കകളുണ്ട്. പതുക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. പതുക്കെ ഇറങ്ങിയാ മതി. എന്തിനാ ധൃതി? ചക്ക കഴിഞ്ഞു. കണ്ട ഈ കോണി നല്ല ബല. കാണുമ്പോഴേ വളയണ് കാണുമ്പോ എല്ലാവർക്കും പേടിയാവും. കേറാണേ ആരോ ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ചേച്ചി ആ ഇറങ്ങലും കേരളം കാണുമ്പോ ആ ഭാഗത്തേക്ക് നോക്കില്ലെന്ന്. അങ്ങനെ പലരും എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കാണാറുള്ളൂ, പക്ഷെ അജു കോണിമ കയറണ ഭാഗം ഇറങ്ങണ ഭാഗം സ്കിപ്പ് ചെയ്യുന്നു പേടിച്ചിട്ട്. വലിയ ചക്കയാ, ഇത് മാത്രം പിടിച്ച് പോയാ മതി. പോവാ. ജഗു കണ്ട ഇങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞ ജഗു മഞ്ഞിന് കണ്ട നോക്കിയേ. ഞങ്ങൾക്ക് മേച്ചാൻ വേണ്ടിട്ട് ചേട്ടൻ ഒരു പൂപ്ര ബനി എടുത്തിട്ടുണ്ട്. നിറച്ച് കറിയുള്ള കളക്കുമ്പോ ഇടുന്ന ബനിയനത്. ഞങ്ങൾ അറിയാണ്ടിട്ട് വന്നതാട്ടാ, ഞാനും ജഗും അറിയാണ്ട് ഞങ്ങൾ ഇട്ട് വന്നപ്പോ മഞ്ഞ. ചേട്ടൻ ഒരു കരിനീല ബനിയന ഇട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും മഞ്ഞ കണ്ട ഓടി പോയിട്ട് ഈ പോയിട്ട് എടുത്തിട്ടത്. കോഴിക്കുട്ടികളെ കണ്ട നമ്മുടെ എല്ലാവരും വലിയതായി വണ്ടനായി കണ്ട, ഒരെണ്ണത്തിന് പോലും കേട് വന്നില്ല. ഇത്ര വലുതായോ? നീ നോക്കാറില്ലേ കോഴിക്കുട്ടികളെ? എല്ലാവരും വലുതായി. ഇനി ഒരു ഒരാഴ്ച കൂടി കഴിഞ്ഞ വരെ നമുക്ക് 10 എണ്ണത്തിന് എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് വിടും. അതേ, എനിക്ക് എന്തൊട്ട് വേഷമായില്ലിടാ. നിങ്ങളാണ് ഭംഗിയിൽ നിൽക്കേണ്ടത്. എനിക്ക് എന്തൊരു പൂപ്രവേഷമായില്ലിടാ. ഓ, ഞാൻ അല്ലെങ്കിലും ഭയങ്കര ഗ്ലാമർ ആണെന്ന്. അപ്പൊ ഡ്രസ്സിന് പ്രാധാന്യം ഇല്ല എന്നാണ് പറഞ്ഞു തരണേ. രണ്ടുപേരും ഇതെങ്കിലും ഭംഗിയുള്ള ഡ്രസ്സ് ഇട്ടാലാണ് വല്ല ഭംഗി ഉണ്ടാവുള്ള അല്ല ഉദ്ദേശിച്ചത്. ഉണ്ണിയുടെ ചെരുപ്പത് അല്ല അല്ലേ? അങ്ങനെ ഞങ്ങൾ ചക്കയുമായി പോവാണ്. ഇത് പച്ചനി ചേട്ടാ, ഇത് ഇനി പഴുപ്പൊന്നായിട്ടില്ല. ഈ പ്ലാവിൻ്റെ മുകളിൽ വലിയ ചക്കകൾ 5-6 നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇടാൻ പറ്റില്ല. അത് ഇടണമെങ്കിൽ കോക്കുവിനെ വിളിക്കേണ്ടി വരും. കരുത് എൻ്റെ മേത്ത് തോട്ടിയാ പോകും. ഇല്ല, കാലത്തോടെ തന്നെ മഴയാ. ഞായറാഴ്ച കേട്ടാ, ഞായറാഴ്ചകളല്ലേ ഞാൻ ഒഴിവുണ്ടാവുള്ളേ. അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. തോട്ടി അവിടെ തടയേണ്ട സരിതേ. ഞാനത് വളരെ ബാക്കിൽ നടക്കണേ. അല്ല, വല്ലോടത്തെ കമ്പിയൊന്നുമില്ലല്ലോ ഇവിടെ. ചക്കയും ബീഫും വെക്കണമെന്ന് ഞങ്ങൾ 7 മണിക്ക് വരുന്നത് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നത്, അല്ല 8 മണിക്ക് വരുന്നത് പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന് 11:30 ഇട്ട. അത് കാരണം കൊണ്ട് ഇന്ന് ഞങ്ങൾ 7 മണിക്ക് വരുന്നു പറഞ്ഞു. കാരണം വേറെ ഷൂട്ടിംഗ് ഉണ്ട് നമുക്ക്, അത് കഴിഞ്ഞിട്ടേ. അത് കാരണം അപ്പം അല്ലൻ ചേട്ടൻ വിചാരിച്ചു 8 മണിക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ 11:30 ഇട്ടല്ലോ വന്നേ. അപ്പം 7 മണിക്ക് എന്ന് പറയുമ്പോൾ ഒരു 10:30 ഇട്ട വരല്ലോ എന്ന് വിചാരിച്ചു. അല്ലൻ ചേട്ടൻ റെഡി ആയിട്ടില്ല. അപ്പോൾ അതേ അരി വെന്തുകൊണ്ടിരിക്കുകയാണ് അടുപ്പത്ത്. പക്ഷെ ബീഫ് ഒക്കെ അരിഞ്ഞ് വെക്കൽ കഴിഞ്ഞു, പോത്തിറച്ചി അരിഞ്ഞ് വെക്കൽ കഴിഞ്ഞു. ഇനി ചക്ക അല്ല ചേട്ടൻ പറയണ ചക്കക്കുരു എല്ലാം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ചക്ക പോരാന്നാ പറയണേ. അല്ല, അത് വേണമെങ്കിൽ ആവശ്യത്തിന് വേണമെങ്കിൽ എടുത്തുകൊണ്ട് വരാം. 1:1 വേണ്ടത്, അത് 4:1. അതിലത്തെ 4 ഏതാ 1 ഏതാന്ന് പറ. 4 പോത്ത്, 1 ഇത് വേണ്ട. ചക്കക്കുരുവാ? ചേട്ടൻ ചക്കക്കുരു ഇഷ്ടമില്ലല്ലോ, അത് കാരണം. നിനക്ക് ഇഷ്ടല്ലേ? നീ കഴിച്ചിട്ടുണ്ടായിന്? കഴിച്ചു നോക്കി? പണ്ട് ഈ പൊന്നൂക്കരല്ലേ പറയണേ, നോക്കാം ഞാൻ. പറഞ്ഞോ. അമ്മേരെ വീടിന് പൊന്നൂക്കര. പണ്ട് അമ്മാമ്മേരെ കാലത്ത്, അതായത് 1978, 70, 80 കാലഘട്ടങ്ങളിലൊക്കെ കുറച്ച് ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചക്കൂരയിലിട്ട് വയ്ക്കും, പോത്തിറച്ചിയിൽ. ചെറുചേട്ടൻ്റെ അല്ലചേട്ടൻ്റെ പറമ്പ് അല്ലചേട്ടൻ സൂപ്പറാക്കിയിട്ടാ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അല്ലചേട്ടന് പണി കുറവാണ്, FCAയിൽ പണി കുറവാണ്. അപ്പോൾ ഫുൾ ടൈം പറമ്പിലാണ്. 1 മണിക്കൂറാ? ഞങ്ങൾ അവിടെ നിന്ന് എപ്പോൾ നോക്കുമ്പോഴല്ലേ ചേട്ടാ ട്രൗസർ ഇട്ട് ഇങ്ങനെ കളിക്കുന്ന കാണാലോ. കർഷകശ്രീ അവാർഡും കൊണ്ടേ കർഷകശ്രീ അവാർഡിന് പശു വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. നോക്കിയേ ചെറുചേട്ടൻ്റെ പറമ്പിൽ നോക്കിയേ കൂർക്ക നട്ടയാണത്. നോക്ക് ചേട്ടാ,
ചെറിയേട്ടന്റെ കൃഷി ചെയ്യാണ്ട് ഇങ്ങട് വാ, ഇങ്ങട് വാ, എന്നാ വരൂ. ഇങ്ങട് വാ. തെങ്ങ് ചതിക്കില്ല. ആരാ പറഞ്ഞത്? മോഹൻലാൽ പറഞ്ഞ കേട്ടില്ലേ? എന്നിട്ട് തെങ്ങുമ്പോ നാളികേരം വീണിട്ട് മറ്റേ ഇത് പട്ടാളക്കാരൻ അതിർത്തിയിൽ ഭയങ്കര യുദ്ധമൊക്കെ. അത് കൂർക്ക നട്ടു, കൂർക്കത്തല ഇനി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ ചേട്ടൻ? കുറച്ച് നമുക്ക് വേണം. ആ അതേ ചെറിയേട്ടന്റെ കൃഷി ചെയ്യാണ്ട് എടുക്കണ ബാക്കി കുറച്ച് ഭാഗം നമുക്ക് പാട്ടത്തിന് എടുത്തിട്ട് നമുക്ക് കൂർക്ക നടാറ്. നമ്മുടെ വീട്ടില് കൂർക്ക നടാൻ സ്ഥലമില്ല. അത് നമ്മളവിടെ വെയില് അങ്ങനെ കിട്ടില്ലല്ലോ. അതാ പറഞ്ഞേ, വെറുതെ ഇത്തിരി ബാക്കി ഭാഗമൊക്കെ ചെറിയേട്ടന്റെ പറമ്പ് നന്നാവും ചെയ്യും, നമുക്ക് കൂർക്കയും കിട്ടും. എന്തിനാ? അത് വേണ്ടല്ലോ, നമ്മളവിടെ അവിടെ കോവയ്ക്ക് ഇവിടെ കൊടുത്തിട്ട് ഇവിടുന്ന് കൂർക്ക വാങ്ങിക്കാലും നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ബാർട്ടർ സമ്പ്രദായല്ലേ. അതായത് കൂർക്കത്തല നടണമെങ്കിൽ ഇനി തടം കോരണം പണിയെടുക്കണം. കോവയ്ക്കാകുമ്പോ അവിടെ ഒന്നും ചെയ്യണ്ട, അത് തന്നെ അത് കിടന്ന് ഉണ്ടായിക്കോളും. ആ കോവയ്ക്ക് മാത്രല്ല ബാക്കിയുള്ള സാധനം മീൻ അല്ലല്ല, കോവയ്ക്ക് മാത്രല്ല മീൻ കൊടുക്കാലോ. മീൻ ഇങ്ങോട്ട് കൊണ്ടിരുന്നു, പകരം കൂർക്കാണ്ട് കൊണ്ടുപോകും. കൂർക്ക 1 2 3 4 5 6 തടം കൂർക്ക നട്ടിട്ടുണ്ട്. കപ്പലണ്ടി നട്ടുണ്ടല്ലോ. ഇത് കപ്പലണ്ടി അല്ലേ? കപ്പലണ്ടി നട്ടുണ്ടല്ലേ ചേട്ടൻ? പിന്നെ അതേ കൊള്ളി നട്ടേക്കണു. പുതിന നട്ടുണ്ട് അവിടെ ഒരു തടം. പക്ഷെ വെള്ളമാണ് പ്രശ്നം ചേട്ടൻ. എല്ലാ തെങ്ങുമ്മലും നാളികേരം പട്ട ഉണങ്ങിയിട്ട് നിൽക്കണം. വരൂ, റിസ്ക് എടുക്കണ്ട. പറഞ്ഞ പോലെ തെങ്ങ് ചതിക്കില്ല എന്ന് നമുക്കറിയാം, പക്ഷെ തെങ്ങിന് അറിയില്ലല്ലോ. നേന്ത്രവാഴകളൊക്കെ നല്ല വണ്ണുള്ളത്. നമ്മളവിടെ അങ്ങനെ നേന്ത്രവാഴ ആ അമ്മയിലേക്ക് വളട്ട് കൊടുക്കണം. ചേട്ടൻ കൊണ്ടുവന്നിട്ട് നടും. എന്നിട്ട് അവരോട് പറയും, ഞാൻ വല്ലപ്പോഴൊക്കെ വേണമെങ്കിൽ നനച്ചു തരാം, വേറൊരു സാധനം എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്, ഞാൻ ഒന്നും തരില്ല, വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്കിട്ട് അങ്ങനെ നോക്കിട്ട് ഒരു തവണ 27 കിലോ തൂക്കമുള്ള ഒരു കായക്കൊല ഉണ്ടായി. നിനക്ക് ഓർമ്മയില്ല? നേന്ത്രക്കൊല ഒരു ചാരം 800 മാത്രം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ നടന്നതാവുമ്പോ നമ്മൾ ഇതുപോലത്തെ വാഴകൾ വരുന്നു നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മുടെ അവിടുത്തെ വാഴകൾ ഇങ്ങനെ വരുന്നില്ലല്ലോ എന്ന് വിഷമിക്കരുത്. അല്ല അവിടെ വെയിലില്ലേ? വിഷമിക്കരുത്. വെയിലിപ്പുണ്ട് കേട്ടാ, വെയിലില്ല ചേട്ടൻ വെറുതെ ഒന്നും പറയണ്ട. ഇപ്പൊ ആ ബാക്കിലത്തെ മറ്റേ മഹാഗണികളൊക്കെ വെട്ടിയപ്പോ അത്യാവശ്യം നല്ല വെയിലുണ്ട്. പുല്ല് വെച്ചോക്കല്ലേ? അല്ല, കൃഷി ചെയ്യണ ആ ഒരു കഷ്ണല്ലേ, അതിലിപ്പോ വെയിലില്ലാന്ന് ജഗ്ഗു അച്ഛൻ പറയണ. ഇതൊക്കെ കട്ട് അവിടെ മറ്റുള്ള സാധനം വെച്ചിരിക്കല്ലേ. ബീഫ് ആദ്യം അടപ്പത്ത് വെച്ചിട്ടേ, നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞില്ലേ ഇവിടെ കുക്കറിൽ വെക്കണ പരിപാടിയില്ലാന്ന്. അപ്പോൾ അത് അടുപ്പത്ത് കിടന്ന് എന്തായാലും സമയം എടുക്കും. അപ്പോൾ അത് ആദ്യം അടുപ്പത്ത് വെച്ചിട്ട് വേണം നമുക്ക് ചക്ക വെട്ടി നന്നാക്കാം. അപ്പം അതിനുള്ള അതെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇഞ്ചി വെളുത്തുള്ളി ഐവർ സംഘല്ലേ, ഐവർ സംഘം 4 സംഘം ഐവർ സംഘം അതല്ല, ഇഞ്ചി വെളുത്തുള്ളി സവോള പച്ചമുളക് വേപ്പില അപ്പം 5 എണ്ണയില്ലേ, അതിന് ഐവർ സംഘം എന്ന് പറയും. അതിലൊന്നും പ്രത്യേകത ഇല്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ ആഴ്ച കാണിച്ച പോലെ തന്നെ ചക്കക്കുരു നമുക്ക് 2 പാർട്ടാക്കിട്ട് വെച്ചാലല്ലേ ചേട്ടാ? ഒരു പകുതിയിൽ ചക്കയും മറ്റേ ചക്കക്കുരും. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര അല്ലാന്ന്. അല്ലെങ്കിൽ ചക്കക്കുരു ഇത്രയും 2 കിലോയിലേക്കുള്ള ചക്കക്കുരു കിട്ടുമോ? ഇല്ലല്ലോ. പിന്നെ മാത്രല്ല ഈ ചക്കച്ചോള വേസ്റ്റ് ആവും ചെയ്യും. കാരണം അന്നത്തെ ടേസ്റ്റ് വായന്ന് പോയിട്ടില്ല ഇതുവരെ അല്ലേ? അല്ല, അതിന് ബീഫിലേക്ക് പറ്റിയത് ഒരു കുഴച്ചലുണ്ട് ചക്കയ്ക്ക്. കുരുവിന് അതുണ്ടാവില്ല, കുരു മുറുക്കുണ്ടാവും. ചക്ക വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ടാവില്ലോ. അപ്പൊ തന്നെ ചക്ക ചക്ക വെള്ളം കയറാത്ത ചക്കയായാലും അത് മൂത്ത ചക്കയാകുമ്പോ വെന്ത് കഴിഞ്ഞാൽ ഒരു കുഴമ്പ് ഒരു ഇത് കിട്ടില്ലോ. 2 പാർട്ടാക്കാട്ടാ അല്ല ചേച്ചിയെ? ബീഫ് വെന്ത് കഴിഞ്ഞാൽ 2 പാർട്ടാക്കിട്ടേ പകുതിയില് ചക്ക ചൊളയും പകുതിയില് ചക്കക്കുരു കൂടാ. അപ്പൊ നീ എന്റെ മനസ്സ് വായിച്ചു. ചേട്ടൻ അല്ല ചേച്ചി പറയാ, കഴിഞ്ഞ ആഴ്ച നമ്മള് ചക്ക ചൊളയിട്ട് വെച്ചില്ലേ വൈകുന്നേരം. ഇപ്പൊ ചേച്ചിക്ക് അത് കഴിയണ കണ്ടപ്പോഴേ ഇനി ഇത് കിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് ചേച്ചി എടുപ്പാക്കിന്ന്. ചേച്ചി അങ്ങനെ ആർത്തി പിടിച്ചിട്ട് ഇന്നേവരെ ഒരു സാധനം കഴിക്കാത്ത ആളാത്ര. ആദ്യമായിട്ടാണ് ഒരു സാധനം അങ്ങനെ, അയ്യോ ഇത് കഴിഞ്ഞ് ഇനി എന്തുട്ട് ചെയ്യാൻ, എനിക്ക് കിട്ടില്ലല്ലോ. രാവുമലാണെങ്കിൽ ചക്കയും കഴിഞ്ഞു ആലോചിച്ചിട്ട് ചേച്ചി കഴിച്ചു ഇത്ര. സീമ ചേച്ചിനെ കൊണ്ട് വർത്താനം പറയിപ്പിച്ചിട്ട് വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് കമന്റ് ഉണ്ടായിരുന്നു. ചേച്ചി അവിടെ വന്നിരിക്കും, വർത്താനം പറയാം നമുക്ക് ഈ മറ്റേ കൊള്ളി കണ്ടമാനുണ്ട് പറിക്കാനായിട്ട്. കൊള്ളി വറക്കാലോ നമുക്ക്. അടുത്ത ആഴ്ച വറക്കാം. അടുത്ത ആഴ്ച നമുക്ക് കൊള്ളി ഉണ്ടായിരുന്നു. പക്ഷെ എന്തുട്ടാ ഈ പറഞ്ഞ പോലെ മഴ കൂട്ടാൻ വയ്ക്കാൻ പറ്റിയ ടൈപ്പല്ല. ഒരു ചെറിയൊരു വേവിന്റെ ഒരു ഇതുണ്ടേ. അപ്പൊ അങ്ങനെയുള്ളത് ചെത്തി വറക്കാനാണ് ടോപ്പ് സാധനം.
എന്തേ ബലം കിട്ടുമല്ലോ, ബലം കിട്ടും. അല്ലെങ്കിൽ ഒരു ഉടച്ചിലിന്റെ ഒരു ഇത് വരും. നമ്മളത് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് പിന്നെ എന്നിട്ടാണല്ലോ അരിഞ്ഞ് ഉണക്കി ഇങ്ങനെ ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞ് അങ്ങനെയൊക്കെയാണ് വറക്കുക. അപ്പോൾ ഇത് നല്ലത്, നല്ല ടേസ്റ്റാ ചേച്ചി ആക്കണത്. പറഞ്ഞ പോലെ പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു സ്കൂൾ പൂട്ടുമ്പോൾ അത് നിറച്ചുണ്ടാക്കി വയ്ക്കുക. സ്കൂൾ പൂട്ടലിന്റെ സമയത്ത് ചായയിലേക്ക് ഇങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. ഇപ്പൊ ഈ 2-3 കൊല്ലമായിട്ട് ഉണ്ടാക്കാറില്ല. അതന്നെ അടുത്ത കൊല്ലം ജൂൺ കഴിഞ്ഞാൽ അല്ലൻ ചേട്ടൻ്റെ ഒരു ചാനൽ തുടങ്ങും. പിന്നെ അല്ല ചേട്ടൻ പിന്നെ എന്നും വീഡിയോ ആയിരിക്കട്ടാ. കൃഷിമിത്ര എന്ന് പറഞ്ഞിട്ട് അതന്നെ. അപ്പൊ അതിനൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂട്ടാ. തുടങ്ങിക്കോ. ഇങ്ങനെ വല്ല എപ്പോഴും മുഖം കാണുന്നത് മതി. കണ്ടനിതേ ഇങ്ങോട്ടും പോണ്ടല്ലേ ചേട്ടൻ. ഓരോ കൃഷികള് ആളുകൾക്ക് മോട്ടിവേഷൻ കൊണ്ട് മോട്ടിവേഷൻ ആയിരിക്കും അല്ലേ ചേട്ടൻ്റെ പണിയെടുക്കൽ കാണുമ്പോൾ നമുക്ക് തന്നെ ഓരോ ചെയ്യാൻ തോന്നും. ചേച്ചി വീഡിയോ എടുത്താൽ മതി. ചേച്ചി ഷൂട്ടിങ്. ആ ചേച്ചി പണിയെടുക്കാത്ത ചേച്ചിനല്ലേ ചേട്ടാ പണിയെടുപ്പിക്കാണ്ടല്ലേ. ചേച്ചിയുടെ സൗന്ദര്യം പോയാലോ വിചാരിച്ച് പേടിച്ചിട്ടല്ലേ ചേട്ടാ ഒരു പണി എടുപ്പിക്കില്ല. സൗന്ദര്യം പോണതല്ല, ഇതൊക്കെ അവരവരുടെ ഉള്ളിൽ നിന്ന് തോന്നണം. അല്ലാണ്ട് പറഞ്ഞു ചെയ്യിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയുള്ള കഴുകണല്ലോ. വെളുത്തുള്ളി കഴുകിയിട്ടുണ്ട്, അത് അവിടെ ഇടിക്കണം. അങ്ങനെയാണ് ഇതിരിക്കട്ടോ. അതിൽ വെച്ചാൽ മതി. ഇതൊക്കെ കഴിയതല്ല. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി കഴുകിക്കോ വേഗം. അല്ല അത് കഴുകിയതല്ലേ, ഇഞ്ചി കഴുകിയതല്ലേ. നമ്മുടെ ഒപ്പം തന്നെ വാങ്ങിച്ചാലും ചേട്ടൻ്റെ കോഴിക്കുട്ടികള് അല്ലാണ്ട് ബ്രോയിലർ കുഞ്ഞുങ്ങളുണ്ട. ഇപ്പൊ എത്ര ദിവസമായി? എത്ര? 25 ദിവസം. തലമുട്ടും ചേട്ടാ. നമ്മള് സാധാരണ തീറ്റ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് 1,200 അതിന്റെ ഇപ്പൊ തൂക്കം. അപ്പൊ ഈ 42 ദിവസം കറക്റ്റ് 2,400 2,500 തൂക്കത്തും കണ്ടോ. 1,200 തൂക്കണ്ട്. ത്രാസ് ഉണ്ട് ഇവിടെ. വേണ്ട തൂക്കം നോക്കണ്ട കേട്ടോ. അല്ല ത്രാസ് തൂക്കം കാണിച്ച് കൊടുക്കാലോ. 23 ദിവസമായിട്ടാ. ആളുകൾ കാണുമ്പോ വിചാരിക്കും തൂക്കല്ലേന്ന്. കാലിന്റെ വലിപ്പം കണ്ട അതിനും ഭയങ്കര വലിപ്പം വെക്കാനുള്ളതാ. മറ്റേ നാടൻ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ അത് വലിപ്പം തന്നെ കേട്ടോ. സെയിം സാധനങ്ങൾ തന്നെ. നാടനല്ലത് സാസോ എന്ന് പറഞ്ഞ കുട്ടികളില്ലേ അതിന് 27 രൂപ, ബ്രോയിലറിന് 33 രൂപ കേട്ടാ. അപ്പൊ ഈ ബ്രോയിലർ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ, ഗ്രോവർ, ഫിനിഷർ തീറ്റ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ഹോർമോൺ ഇഞ്ചക്ഷൻ താങ്ങി വാങ്ങിയൊന്നുമില്ല കേട്ടാ. 42 ദിവസം കൊണ്ട് 2.5 കിലോ തൂക്കം ഗ്യാരണ്ടി ആയിട്ട് എത്തും. ആളുകൾ പറയുന്നത് മറ്റേ സാധനം കൊടുക്കേണ്ടത് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത്. ഇവിടെ ഒരു ചുക്കും കൊടുക്കാറില്ല നമ്മള്. അതെ ചട്ടിയടപ്പത്ത് വെച്ചു. അതെ ചട്ടിയടപ്പത്ത് വെച്ചോണ്ട. ചേച്ചി ചതക്കണ്ട, അത് ഞാൻ ചതക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചേ. വെളിച്ചെണ്ണ ഒഴിച്ചു, ചട്ടി ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് ഒക്കെ പഴയ പോലെ തന്നെയാട്ടാ. ഇത് കാണണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ആ ചട്ട ഒരു കത്ര കത്തും. സാരി താലം പിടിച്ചേക്ക. എന്താ ചട്ടിയാകുമ്പോ 1 മിനിറ്റ് വൈകില്ല ഇതാവാനായിട്ട്. പക്ഷെ ചൂടായി കഴിഞ്ഞാൽ പിടിച്ച കിട്ടില്ല. എന്താ അണ്ടി ചൂടല് വേണ്ട. വെളിച്ചെണ്ണ ചൂടായിട്ടാ. വീട്ടില് വെള്ളം കെട്ടി ഇപ്പോ ഫൈൻ ആക്കണത്. സബോള ഇടണു എല്ലാ സ്ഥലത്തും ഡെങ്കി. പിന്നെ ഇപ്പോൾ 2017 നമ്മുടെ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഡെങ്കി വന്നത്. സബോള നമ്മൾ ആട്ടണു. അല്ല സബോള ഇളക്കണം കേട്ടാ. ഉപ്പിടുന്നത് ഈ സവോള പെട്ടെന്ന് പാടാൻ അറിയാത്തവര് ഉണ്ടെങ്കിൽ വലിയൊരുണ്ടെങ്കിൽ സവോള ഇടുമ്പോൾ പെട്ടെന്ന് പാടാൻ സാധനങ്ങളൊക്കെ ഇവിടുന്നോട്ടെ ചേച്ചിയെ. അന്ന് കമന്റ് കണ്ടില്ലേ ചേച്ചി ഓരോന്ന് എടുത്തുകൊണ്ട് വരുന്നത് കണ്ടിട്ട് കയ്യും കാലും കടച്ചു കാണുന്നവർക്ക്. ഉപ്പ് ഇടും ചേച്ചി അകത്തുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് പോരാൻ തോന്നുമ്പോൾ പിന്നെയും ചേച്ചി പോയിട്ട് ഉപ്പ് എടുത്തിട്ട് വരും. അല്ല അതൊരു വ്യായാമമാണ് ചേച്ചിക്ക്, നടക്കാനായിട്ടൊരു വ്യായാമം. അതുകൊണ്ട് കൂടിയിട്ടാണ് ചേച്ചി അത്ര സമയം ഇവിടെ നിൽക്കണ്ടല്ലോ. ക്യാമറയിൽ പെടാണ്ട് പരമാവധി മുങ്ങാനാണ് ചേച്ചി നോക്കി ഉടനെ. അല്ലാണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വല്ലവരും അത് എടുത്തോണ്ട് പോകുമെന്ന് പേടിച്ചിട്ടൊന്നല്ല.
ചേച്ചി വെളിച്ചെണ്ണ കുറവാന്ന് തോന്നുന്നു അല്ലേ? നോക്കിയേ. ഈ ചട്ടിയാകുമ്പോ മറ്റേ പോലെ ഒന്നുകൂടി ഒന്നുകൂടി ചട്ടി ഒത്തിരി വലിക്കില്ലോ അല്ലേ? അതല്ല അത് ടൈൽസ് തട്ടിയിട്ടാണ് ഈ മൺചട്ടി സരിതാ, നീ കാലം വെച്ചാ അപ്പ പറഞ്ഞത്. ഈ മൺചട്ടി വലിച്ചു വലിച്ചു വലിച്ച് അതിന്റെ മാക്സിമം ആയി ഉണ്ടാവും. ഇനി അതിലേക്ക് വലിക്കില്ല. ഉണ്ണി എണ്ണിക്ക് വലിച്ചിരുന്നോട്ടെ. ഏയ് വേണ്ട, അത് വെറുതെ വലിച്ച പറയണല്ലോ ഉണ്ണിയെ. ഈ കാലം വെച്ചപ്പോ അത് ഞാൻ പറഞ്ഞ നീ പൊട്ടിച്ചല്ല പറഞ്ഞു. ചേച്ചി ഇത് സാധനങ്ങളൊക്കെ കൊണ്ടു കേട്ടാ. എല്ലാം കൊണ്ടുവച്ചു ചേച്ചി. അയ്യോ അല്ല ചേട്ടാ, ചെറുപ്പക്കാരനായി. അല്ല ചേട്ടൻ പപ്പായ ചത്തി കൊണ്ടുവരാൻ പോയി. എന്തെങ്കിലുമൊക്കെ തിന്നാൻ തന്നില്ലെങ്കിൽ അല്ല ചേട്ടൻ സമാധാനം ഉണ്ടാവില്ല. ഇന്നിപ്പോൾ കരിക്കില്ല, കരിക്കിനി കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല. ഞാൻ തെങ്ങുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പ്രീതിയേച്ചിയും കണ്ണനും ഡെങ്കിപ്പനിയായിട്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു, എലൈറ്റിൽ അഡ്മിറ്റ് ആക്കിയൊക്കെയായിരുന്നു. ഭയങ്കരമായിട്ട് ചേച്ചിയുടെ കൗണ്ടൊക്കെ കുറഞ്ഞു. അപ്പം അല്ല ചേട്ടാ എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരവും ഓരോ കുപ്പി കരിക്കും വെള്ളം കൊണ്ടുപോയി ആശുപത്രിയിൽ കൊടുക്കരുത്. ഭയങ്കര ക്ഷീണമായിരുന്നു ചേച്ചിക്ക്. അപ്പം കഴിഞ്ഞു, കരിക്ക് മൊത്തം കഴിഞ്ഞു. തെങ്ങ് കാലി. ഇന്ന് 7 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പച്ചമുളക് ഇട്ടു. ഇതേ സബോള വാടിക്കൊണ്ടിരിക്കുന്നു. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇടാൻ പോണത്. മല്ലിപ്പൊടി ഉണ്ട്. കുറേ വേണ്ടേ? 2 കിലോ ഉണ്ട് ഇറച്ചി. പിന്നെ എനിക്ക് ചക്കക്കുരു വരില്ലേ. മുളക് പൊടി. അന്ന് എത്ര ഇട്ടു? അന്ന് പാകമായിരുന്നു. പിന്നെ എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ഇടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇട്ടില്ല. 3 സ്പൂൺ ഇട്ടുണ്ട്. ചേച്ചി ആലോചിക്കാണ് ഇനി ഇടണോ വേണ്ടതെന്ന്. മതിയാ? അപ്പം മതി. വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഇടാം ലാസ്റ്റ്. അവിടെ നല്ലേട്ടൻ പപ്പകായ അരിയുന്നു. പപ്പായ അരിയല്ല, തൊലിയത്തിന് അരിയാന്ന് പറഞ്ഞ കൂട്ടാനുള്ളത് അതന്നെ. നമ്മൾ പറഞ്ഞത് ശ്രദ്ധിക്കണ്ട. ചേട്ടാ കൊളോക്കിയലായിട്ട് പറഞ്ഞതല്ലേ, കൊളമാക്കി. ഇഞ്ചി ഇടാൻ പോവാ. പൊടി ഐറ്റംസ് ഒക്കെ മൂത്തു. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടു. സരിത പാചകക്കാരിയാവും. ഇളക്കിയിട്ട അല്ല ഇങ്ങനെ തിരുപ്പണില്ലേ പാചകം. വേപ്പിടണോ? വേപ്പിൻ്റെ ഇടുന്നു. ഓ നല്ല മൂത്ത മണം വന്ന് തുടങ്ങി സരിത. ബീഫ് തട്ടുന്നു. അന്ന് 1.5 കിലോ ബീഫായിരുന്നു കേട്ടോ, ഇന്ന് 2 കിലോ ഉണ്ട്. ഞാൻ ചുമച്ചു തുടങ്ങി. ഇളക്കാൻ സാധിക്ക് ഔതില്ലേ? കുറവൊന്നുമില്ല. അല്ല ഞാൻ ഇളക്കി കാണിച്ചു തരാം. ചട്ടി തട്ടിടരുത് കേട്ടോ അടുപ്പൊന്നും. ഓ ബലം കൂട്ടിയിട്ട്. ഇവിടുത്തെ ഇളക്കിലുകാരൻ ഞാനാട്ടാ. വെള്ളം ഒഴിക്കുന്നില്ലേ? വെള്ളം കോരുന്നേ. വെള്ളം നേരെ കിണറ്റിൽ നിന്ന് കോരിയിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ. ട്രഡീഷണൽ രീതിയാണ് ഇവിടെ നടക്കുന്നത്. ഇതേ കിണറ്റിൽ നിന്ന് വെള്ളം പാളയിൽ കോരി കൊണ്ടുവന്നു. വെള്ളം ഒഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇളക്കണ വെള്ളം ഒഴിച്ചു കേട്ടാ. കറക്റ്റാണിത്. മൂടി വയ്ക്കണ്ടേ? കുറച്ച് കഴിയുമ്പോൾ മൂടി സാധനം. ഇനി നമ്മൾ ചക്കയിലേക്ക്
എൻ്റെ എന്റെ ദൈവേ നോക്കിയാലേ ചേട്ടാ കഴിക്കാനുള്ള പാകത്തിന് ഇത് കൊണ്ടുവന്നു. നാടൻ ഇത് നാടൻ പപ്പായ ചേട്ടാ. ഇതാ പക്ഷെ ടീ കളറ് നാടൻ പപ്പായ ഇവിടെ ഒരു വീട്ടിൽ നിന്ന് ആക്കണത്. ഇതല്ലാണ്ട് തമിഴ്നാട് കർണാടക അല്ല. ഇത് നാടൻ കിലോന് 40 രൂപ വാങ്ങിക്കുന്നത്. വീട് പറഞ്ഞു കൊടുക്ക, അവന് കച്ചവടം ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്ക. അവ 1 രൂപ വരെ കുറക്കില്ല. അപ്പൊ പറയണ്ടല്ലേ. ഇതൊരു വീട്ടിലുണ്ടാവണതാ. അതെ നമ്മുടെ ഈ ഇല്ല സാമിയാരെ വീടിന്റെ അപ്പുറത്ത് ഗോപാലിന്റെ വീടിന്റെ അവിടെ. അതിന്റെ ഇപ്പുറത്ത് അവിടെ പ്രകൃതിയിലെ വെളിച്ചെണ്ണ അവന്റെ വീട്ടില്. അതെ അവന്റെ വീട്ടിൽ ഇത് പക്ഷെ ഇതിന് നാടൻ ചവയല്ല. ഇതിപ്പോ വർഷകാലായില്ലേ അതിൻ്റെത്. ഈ ഹൈബ്രിഡ് സാധനം വേനൽക്കാലത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അല്ലേ. ഇത് ഇപ്പൊ വെള്ളം കയറിയ പോലെ ഹൈബ്രിഡ് പപ്പായ അല്ലാണ്ട് നമ്മള് അപ്പൊ ഇത് ഇവിടെ ഉണ്ടായതല്ല കേട്ടാ, അല്ലേട്ടൻ വാങ്ങിച്ചു കൊണ്ടുവന്നതാ ഒരു വീട്ടിൽ നിന്ന്. അതേ ഇവിടെ അടുത്ത് നൂഡിൽസ് തിന്നാനായിട്ട് ഈ സാധനമാണെന്നാണ് പറയുന്നത്. നമ്മൾ ചെത്തി അല്ല ചുറ്റി ചുറ്റി തിന്നില്ലേ. നിൽക്ക് ഇറച്ചി അടച്ചു. ഇനി അടുത്ത് ചക്ക വെട്ടാൻ പോകണം. അതുമായിരിക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.